എല്ലാം ഓക്കെയാ. പരിപാടിക്ക് മുമ്പ് ബിയർ അടിക്കാനുള്ള വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പാട്ട് പറഞ്ഞേക്കാം. പിന്നെ അങ്ങനത്തെ തൊണ്ടവേനോട് അവിടെ കണ്ടൊരു ചായ കുടിക്കുന്നു. പ്രോഗ്രാം എഴുതിട്ട് കാശ് തരാം. തുടങ്ങണ്ടേ? എടാ ദിനേശ, എന്റെ കൊട്ടേഷൻ സ്റ്റാൻഡ് എന്തി? എന്റെ കൊട്ടേഷൻ സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു? എന്ത് സാധനം? എടാ എന്റെ പാട്ടിന്റെ ഡയറി വെച്ച് പാടുന്ന സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻ പറഞ്ഞിട്ട് നീയല്ലേ നോക്കണ്ടത്? ഞാൻ ഡയറി വെച്ച് പാടാറുള്ളത് ഞാൻ ഫുൾ ബൈ ഹാർട്ടിലല്ലേ പാടുന്നത്. ഞാനിപ്പം എത്ര കൊട്ടേഷൻ സ്റ്റാൻഡ് മേടിച്ചെന്നറിയാം. എല്ലാം കൂടെ നിങ്ങൾ നശിപ്പിച്ച കളയാണ്. നീ ആണ് എഴുതേ. ഞാൻ അതിൽ വെച്ച് പാടാറില്ലല്ലോ, ഞാൻ ഫോണിൽ നോക്കിയല്ലേ പാടുന്നത്. ഇതെന്തൊരു കഷ്ടമാണിത്. ഇപ്പൊ ജംഗ്ഷനിൽ 4 ആള് കൂടിയേക്കുന്ന സമയമാണ്. ഇപ്പൊ പാടിയാലെ കാര്യം നടക്കുന്നുണ്ടാവും. എന്റെ ഡയറി നോക്കാതെ എനിക്ക് അങ്ങനെ പാടാൻ പറ്റും. ഇതല്ലേ നിങ്ങളുടെ ചായകളുടെ പുറകെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ചാരിറ്റി ഗാനമേള ആരംഭിക്കുക. അമിത മദ്യപാനം മൂലം ലിവർ ഫിറോസിസ് എന്ന മാരക രോഗം ബാധിച്ച സുഗുണന്റെ ചികിത്സക്കായുള്ള ഗാനമേളയാണ് ഞങ്ങളിവിടെ ഒരുക്കുന്നത്. ആദ്യമായി ഞങ്ങളുടെ മലയാളം ഗായകൻ തേക്കടി രാജുവിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വെൽക്കം ടു തേക്കടി രാജു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പഴകോലും പെൺമൈനേ ചിരിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പിന്തിരിയല്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പ്രിയ സുഹൃത്തുക്കളെ, സഹൃദനായ ഒരു ചെറുപ്പക്കാരൻ 2000 രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ഞങ്ങളല്ല, ആ ചെറുപ്പക്കാരനെ സഹായിച്ചിരിക്കുകയാണ്. വലിയ മനസ്സിന് നന്ദി, വലിയ മനസ്സിന് നന്ദി. ഹലോ 2000 രൂപ തന്നതല്ല, 10 രൂപ എടുത്തിട്ട് 1990 രൂപ എനിക്ക് താ. അത് ശരി. അപ്പൊ നീ ചില്ലറ മാറാൻ വന്നാണോ? ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ എന്തിനു ഫോട്ടോ എടുക്കുന്നത്? നിന്റെ ഈ മുടി വെട്ടുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി ഗാനമേള നടത്താൻ വേണ്ടി. ഒരു ഫോൺ തന്നെ പൈസ അവന് പൈസ കൊടുത്തരാം. ചില്ലറ മാറാൻ വന്നിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സുഗുണൻ എന്ന ചെറുപ്പക്കാരന്റെ കരരോഗ സംബന്ധമായ ചികിത്സാ ധനസഹായ ഫണ്ടിന് വേണ്ടിയുള്ള ചാരിറ്റി ഗാനമേളയാണ് നടന്നിരിക്കുന്നത്. അടുത്ത ഗാനം നമ്മുടെ യേശുദാസ് വളരെ കഷ്ടപ്പെട്ട് പാടിയ ഗാനം വളരെ നിസ്സാരമായി ഞങ്ങളുടെ മലയാള ഗായകൻ തേക്കടി രാജുവിന്റെ ആണ്. പ്രണയ ചെറുപ്പക്കാരന്റെ കരൾ സംബന്ധമായിട്ടുള്ള ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള വലുതോ ചെറുതോ എന്ന് ഈ ബക്കറ്റിൽ കൊണ്ടിട്ട അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കും.
താങ്ക് യു. അപ്പൊ എല്ലാവരും കയ്യിലുള്ള ചെറിയതും വലുതുമായ തുകകൾ ഈ പകലിട്ട് ഞങ്ങൾ സ്കൈക്ക് അടുത്ത കാലത്തിലേക്ക് നടക്കുന്നു. വാഴാമാപ്പിളി എന്ന വർഗീയ ഗവേഷണമുണ്ട്. മധുരൈ സിംഗാരവേലൻ ആൻഡ് കോവേരി റാണി. Bloody bugger. അതെ, എന്താ പരിപാടി? എനിക്ക് കാര്യം മനസ്സിലായില്ല. സംഭവമൊന്നുമില്ല. സുഗുണൻ എന്ന ചെറുപ്പക്കാരന് ലിവർ സിറോസിസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കണം. ഒരു വൻ തുക ആവശ്യമാണ്. അപ്പൊ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടുന്ന പണം ഞങ്ങൾ ഇങ്ങനെ പാട്ടുപാടി സമാഹരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പടത്തിൽ കാണുന്നതാണോ? ശരി. ഈ ഫോട്ടോ നമുക്ക് എവിടെ കിട്ടി? ഫോട്ടോ ഞങ്ങള് ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്താണ്. ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്ത ഫോട്ടോയാണ്. അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ചീന്തി എടുത്ത ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്നത്. അവനായിട്ട് ഉള്ളാസം എന്ന് വെച്ചാൽ അറിയോ അവനെ? ഞാനുണ്ടിപ്പോ ഞങ്ങൾ തുക അവിടെ എത്തിച്ചേരും. ഒരു കാര്യം പറയട്ടെ, ഇവന് നിങ്ങൾ ഈ പറയുന്ന ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമേ ഇല്ല. ഇവൻ 5-6 വർഷമായിട്ട് ഗൾഫിൽ ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അറിയോ? ഇതുപോലുള്ള കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ഉടായ്പുമായിട്ട് നീയൊക്കെ ഇറങ്ങിയിരിക്കും അല്ലെ? അവരെന്നെ വെച്ച് ഗായകനാണ്. അത് നന്നായി. അയ്യോ എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, ആവശ്യമില്ലാത്ത ഫോട്ടോ ഒന്നും വെക്കണ്ടാന്ന്. നിനക്ക് കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. നീയോടി ഇതിപ്പോ എന്ത് ചെയ്യോടാ? ഇനി നാളത്തോടെ നമുക്ക് പ്രോഗ്രാം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ വേണ്ട ഫ്ലെക്സ് അടിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും, ഇനി നാട്ടുകാരുടെ ഫോട്ടോ ഒന്നും വെക്കണ്ട. എന്റെ ഫോട്ടോ വെച്ചോ. എന്റെ 2 കിഡ്നി അവന്മാർ അടിച്ച് തകർത്തണം.